അപ്പം മക്കളെ, നമ്മുടെ PSC വരാൻ പോകുന്ന പരീക്ഷകൾ ഉറപ്പായിട്ടും ചോദിക്കുന്ന നമ്മുടെ നൊബേൽ സമ്മാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കിയാലോളാം. താഴെ പറയുന്നവരിൽ ആർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ചത്? 2024 എന്ന് പറയുമ്പോൾ അത് സൈമൺ ജോൺസൺ ആയിരുന്നു എന്ത് ചെയ്തത്? പുരസ്കാരം ലഭിച്ചത്. എന്നാൽ നമുക്ക് വേണ്ടത് 2025 ആൾക്കാരാണ്. അവരും ഇവിടെ തന്നെ ഉണ്ട്, അവരെങ്ങും പോയിട്ടില്ല. ഇവരൊക്കെയാണ് അവര്: ഫിലിപ്പ് അഗിയോൺ, ജോയൽ മോക്കിറ, പീറ്റർ ഹൗവിറ്റ്. ഇവർക്കായിരുന്നു 2025 പുരസ്കാരം ലഭിച്ചത്. ഇവരുടെ പേര് ഓർത്തു വെക്കാൻ ഒരു കുഞ്ഞു കോഡ് പറഞ്ഞുതരാം. ജോയൽ ഒരുപാട് ഇയോൺ കാർ മേടിച്ചു, എന്നിട്ട് അത് എങ്ങനെ വിറ്റ് തീർക്കും എന്ന് ആലോചിക്കുകയാണ്. ഹൗ വിറ്റ്. അപ്പൊ ജോയൽ എന്ന് കേൾക്കുമ്പോൾ ജോയൽ മോക്കിറ, ഇയോൺ കാർ എന്ന് കേൾക്കുമ്പോൾ ഫിലിപ്പ് അഗിയോൺ. എങ്ങനെ വിൽക്കും? പീറ്റർ ഹൗവിറ്റ്. ഓക്കെ അല്ലേ? എങ്കിൽ ഒരു ചോദ്യവും കൂടി നോക്കിയേ. 2025 രസതന്ത്ര നൊബേൽ സമ്മാനം എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? എന്തായിരുന്നു അതിന്റെ കണ്ടുപിടുത്തം? എല്ലാവർക്കും അറിയാം, MOF അല്ലെങ്കിൽ മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കിന്റെ കണ്ടുപിടുത്തത്തിനാണ്. എന്നാൽ ആർക്കൊക്കെയാണ് ലഭിച്ചത് എന്ന് കൂടി സെറ്റ് ആക്കിയാലോ? സുസുമു കിറ്റാഗവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ യാഗി. ഇവർക്ക് 3 പേർക്കുമാണ് എന്ത് ചെയ്തത്? കെമിസ്ട്രിയുടെ നൊബേൽ സമ്മാനം ലഭിച്ചത്. അപ്പൊ ഇതേപോലുള്ള നല്ല ഉഷാറുള്ള കറണ്ട് അഫയേഴ്സിന്റെ ഹോട്ട് ക്വസ്റ്റ്യൻസിനായിട്ട് ഡു ഫോളോ സൂപ്പർ നോട്ട്സ്.